ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊന്ന് വെള്ളം കുടിച്ചുകൊണ്ടൊന്ന് തുടങ്ങാം. രാവിലെ ഞാൻ 2 കപ്പ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പിന്. അപ്പോൾ നമ്മളന്ന് അവധിക്കാലമാണല്ലോ അല്ലേ. നമ്മൾ പിന്നെ നമ്മളെ ഉമ്മാൻ്റെ അടുത്തേക്കും വാപ്പാൻ്റെ അടുത്തേക്കും പോണേ മക്കൾക്ക് പോണൊരു ഇതാണ് 2 മാസം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, നമ്മളെ കുട്ടികളെയും കൂടി നോക്കേണ്ട ഗതികേടാണ് നമ്മളെ അമ്മക്കും പാപ്പാക്കൊക്കെ അല്ലേ. എല്ലാവർക്കും അനുഭവക്കാലം. പിന്നെ നമ്മളെ വീട്ടിൽ കുറേ പണിയെടുത്തും അവരെ നോക്കി പിന്നെ നമ്മൾ 2 മാസം അമ്മക്ക് റെസ്റ്റാണ്. അങ്ങനെയാണ് പല വീട്ടിലും നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കില്ല, നമ്മളെ മക്കൾക്ക് ചായയും കടിയും നമ്മളെ അമ്മയും പാപ്പയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആലോചിക്കലുണ്ട്. പിന്നെ നമ്മളെ അമ്മയും പാപ്പയും ഇപ്പം നമ്മളെ മിക്ക വീടുകളിൽ എന്താ പിന്നെ മരുമക്കൾ പോവുകയും ചെയ്യും, അതേമാതിരി മക്കൾ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ ഇതാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളെ സാധാരണ രക്ഷിതാക്കൾ എന്ത് കിട്ടും, ചില ആൾക്കാർ സുബൈ കൂടി നിസ്കരിക്കില്ല, അങ്ങനെ ഉറങ്ങുകയൊക്കെ ചെയ്യും. നേരം വൈകി എണീക്കുക, ചിലപ്പോൾ സുബൈ നിസ്കരിച്ച് കിടക്കും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മളെ അമ്മയും ബാപ്പയൊക്കെ ചിലപ്പോൾ രാവിലെ എണീക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ മക്കളെ വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഉറങ്ങിക്കോട്ടെ, റെസ്റ്റ്, അങ്ങനെയാണ് എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവങ്ങൾ കേട്ടോ, ചില വീട്ടുകളിൽ. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കുക. നമുക്കും വേണ്ടി കഷ്ടപ്പെട്ട് നമ്മളൊരു വഴിക്കാക്കി തന്ന് പിന്നെ അവർക്കൊരു സ്വസ്ഥത അല്ലല്ലോ. അതെങ്ങനെയായാലും ഉണ്ടാവില്ല. നമ്മളൊക്കെ കല്യാണം കഴിച്ച് പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും അവർക്കൊരു കണ്ണുണ്ടാവും എന്നാലും. അപ്പോൾ അങ്ങനെ ആലോചിക്കും. അപ്പോൾ നമ്മളൊരു അവധിക്കാലം അവർക്ക് വേണ്ടി അവർക്കൊരു സ്വസ്ഥത കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും വേണ്ടി നമ്മൾ രാവിലെ എണീക്കുക, ചായ കടി ഉണ്ടാക്കി കൊടുക്കുക, എന്താ വേണ്ടി മരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ മക്കളെ നമ്മൾ ചെയ്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ അമ്മക്കും മക്കൾക്കും ചെയ്ത് കൊടുത്തുകൂടെ എന്നുള്ളൊരു ഇത് വരിക. എനിക്ക് തോന്നുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഒരു പോസിറ്റീവ് അവർക്ക്. മക്കളും നമ്മളും കൂടി അതൊക്കെ നീങ്ങും. അപ്പോൾ നമ്മൾ ഈ അവധിക്കാലം അങ്ങനെ ആകാനുള്ളൊരു ഇത് നോക്കല്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചില ആൾക്കാർ പറയുന്നത് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ പിന്നെ അവധിക്കാലമൊക്കെ ആകുമ്പോൾ അങ്ങനെ പറയാം, ഈ മക്കളും പോയാൽ മക്കൾ വരുന്നുണ്ട്, മകൾ വരുന്നുണ്ട്, പിന്നെ ആ മക്കളടി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം, ചെറിയ കുട്ടികളാണ്, ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ അടിക്കും അങ്ങനെ ആട്ടും ഇങ്ങനെ ആട്ടും ഒക്കെ പറയുന്നത് കേട്ടു. നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ കാശ് അവരൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഇഷ്ടമൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഉമ്മയും ബാക്കിയാണ്, ഭർത്താവിൻ്റെ ഉമ്മയും ബാക്കിയാണ്. അപ്പോൾ അത് അവർ ഈ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ അടിക്കുക അതൊന്നും ചിലപ്പോൾ അമ്മ അടിക്കുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കണം. കളികളും നമുക്ക് സപ്പോർട്ട് മക്കളെ ശരിയാണ്. നമ്മൾ ആ പ്രായമാകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അത് നമുക്ക് തന്നെ നമ്മൾ ഓരോ പ്രവർത്തിയുടെ നമ്മളമ്മമാരോട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു നമ്മൾ
മക്കളുടെ മാനസികാരോഗ്യം ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തുടർച്ചയായ അവഗണന, കളിയാക്കലുകൾ തുടങ്ങിയവയും മാതാപിതാക്കൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, വഴക്കുകൾ തുടങ്ങിയവയും കുട്ടികളുടെ സ്വാഭാവിക അമിതമായ സ്ക്രീൻ ഉപയോഗവുമാണ് മറ്റൊരു കാരണം. മിക്ക കുട്ടികളും പുറത്തെ ഓടിക്കളിക്കാറില്ല. ദിവസവും 1-2 മണിക്കൂറെങ്കിലും ഓടിക്കളിക്കുക എന്നത് മക്കളോട് പറഞ്ഞു കൊടുത്തെങ്കിൽ അവരെ മക്കളോട് എങ്ങനെ ചെയ്തില്ല നമ്മളെ ഉമ്മാനും വാപ്പാനും അല്ലെങ്കിൽ നമ്മളെ ഭർത്താവും ഉമ്മാനും വാപ്പാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ഞങ്ങൾ ചെയ്തു. നമ്മൾ ഇറച്ചി വെക്കുമ്പോൾ വെക്കട്ടത് നല്ല രസമാണ്. കറിയൊക്കെ ഗരം മസാല ഇട്ട് മല്ലിപ്പൊടി നമ്മൾ കടുക് നല്ല രസമാണ്. ദോശയ്ക്കും അപ്പഴത്തേക്കും പറ്റിയ കറി കേട്ടോ. നമ്മളെന്താ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിക്കും. ഏറ്റവും നല്ലത് മക്കൾ. അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പാനെ സ്നേഹിക്കണക്കായി എൻ്റെ വല്യപ്പാനെ, എനിക്ക് വല്യപ്പാനെ ഞാൻ സ്നേഹിക്കുന്നു. വല്യപ്പാന്നല്ല വിളിച്ചത്, ഉപ്പാന്നാണ് വിളിക്കുന്നത്. ഞാനും എൻ്റെ ആങ്ങളെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉപ്പാന്നാണ് വിളിച്ചത്. എൻ്റെ ഉപ്പാനേക്കാളും സ്നേഹിക്കുന്നത് വല്യപ്പാനെ. അതൊരു ഇഷ്ടമായിരുന്നു ഉപ്പാനെ. ആ പ്രായ ആൾക്കാർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഞാൻ അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ ആ വീട്ടിലത്തെ കാര്യങ്ങൾ മുഴുവൻ എന്നോട് പറയും. എനിക്ക് ഇപ്പോഴും ആ ഉപ്പാൻ്റെ വല്യപ്പാൻ്റെ അങ്ങനത്തെ പ്രായമുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കലുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഇടി.